ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവിട്ടം ദിനാശംസകൾ എല്ലാവർക്കും നേരുന്നു. തിരുവോണം കഴിഞ്ഞു, ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ഓണമാണ്. എല്ലാവർക്കും സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരുമാറാകട്ടെ. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വെയിറ്റിംഗ് ഗെയിമാണ് വന്നിരിക്കുന്നത്. മൂവിങ് ഓൺ. സേക്രൽ ചക്ര, പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ്, ഹാർമണി, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് സ്പിരിച്വൽ യൂണിയൻ ആണ്. ടാരോ കാർഡ്സ് കൂടി നോക്കിയിട്ട് റീഡ് ചെയ്യാവേ. ദ സ്റ്റാർ, നൈറ്റ് ഓഫ് കപ്സ്, ദ വേൾഡ്, Five of Pentacles, the Hanged Man, Nine of Cups. Bottom of the deck വന്നിരിക്കുന്നത് Nine of Wands ആണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? സ്പിരിച്വൽ യൂണിയൻ ആണ്. കണ്ടോ, ഇവിടെ ഈ ഒരു കാര്യം ഇവിടെ നടക്കണമെങ്കിൽ ഇവിടെ യൂണിവേഴ്സിന്റെ അനുഗ്രഹം തന്നെ വേണം. ആരൊക്കെയോ ഇവിടെ യൂണിയൻ ചേരുന്നുണ്ട്, ആരൊക്കെയോ ഇവിടെ ഒന്നു ചേർന്ന് ഒരു ലൈഫിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് ദൈവാനുഗ്രഹം ലഭിച്ചിട്ട് ഒരു ലൈഫിലേക്ക് പോവുകയാണ്. ഇവിടെ ഈ ഒരു ലൈഫിലേക്ക് പോകണമെങ്കിൽ എന്താണ് വേണ്ടത്? ദൈവാനുഗ്രഹം തന്നെയാണ്. സ്പിരിച്വലായിട്ട് യൂണിയൻ ആണ്. ഇവിടെ സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു യൂണിയൻ ഇവിടെ നടക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കണ്ടില്ലേ? അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് ചേരേണ്ടവർ തന്നെ ചേരുന്നു. യൂണിവേഴ്സ് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. ഇതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. കോംപ്രമൈസ് ചെയ്തു പോവുകയാണ്. കണ്ടില്ലേ? വളരെയധികം ദൈവാനുഗ്രഹമുള്ള ഒരു ബന്ധത്തിലേക്കാണ് നിങ്ങളിവിടെ പോകുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു കൂട്ടിച്ചേർക്കലാണ് ഇവിടെ ഡിവൈൻ നടത്തിയിരിക്കുന്നത്, യൂണിവേഴ്സ് നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ വ്യക്തികൾ, മനസ്സിലായില്ലേ? എങ്ങനെയൊക്കെയോ വന്ന് ചേർന്നതാണ് ഈ ഒരു കണക്ഷൻ. ഇത് ഇവിടെ ഒരുപാട് അകൽച്ചയില്ലാതെ നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് ലൈഫ് ലോങ് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു എനർജി. കണ്ടില്ലേ? അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ? ഇവിടെ നൈൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. നൈൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ സഫലമാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആഗ്രഹം ഇവിടെ സഫലമാകും, പക്ഷെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയും. കാരണം തീർച്ചയായിട്ടും ഇതൊരു മൈനർ അർക്കാന കാർഡാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ചില സംഭവങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് വന്നു ചേരും, വന്നു ചേരാതിരിക്കത്തില്ല. എന്തെങ്കിലും നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടോ, വെയിറ്റ് ചെയ്യുന്നുണ്ടോ, എന്തിനെങ്കിലും വേണ്ടി വളരെയധികം ആവേശത്തോടുകൂടി അത് നിങ്ങളിലേക്ക് വന്നു ചേരും, ചേരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്.
ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ വെയിറ്റിംഗ് ഗെയിമാണ്. ദ വെയിറ്റിംഗ് ഗെയിം എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ് നമ്പർ. 2 മന്ത്സിനെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാം, അല്ലെങ്കിൽ 2 വീക്സ്. നിങ്ങൾ ആരെയെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നത് തന്നെയുമല്ല, വേറെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി നിങ്ങൾ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടാവാം അല്ലേ? ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളാവാം, ചിലപ്പോൾ ജോലി കാര്യങ്ങളാവാം, അതല്ല എങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും കോടതി വഴി കേസുകളാവാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വഴി എന്തെങ്കിലും, അല്ലെങ്കിൽ ഡിവോഴ്സ് കാര്യങ്ങൾ, ഭൂമി സംബന്ധമായ മറ്റു പല കാര്യങ്ങൾ. ഇതിലൊക്കെയും എന്തെങ്കിലും നിങ്ങൾ, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളുമാകാം, നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇത് നടക്കണം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നുകിൽ 2 ആഴ്ചകൾ അല്ലെങ്കിൽ 2 മാസങ്ങൾ ഇതിനകം നിങ്ങളിലേക്ക് അത് വന്നു ചേരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു ആരംഭം നിങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, ഒരു തുടക്കം നിങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തുവെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ, അത് സാധിക്കുകയുള്ളൂ എന്നാണ്. ചിലപ്പോൾ ചിലരുടെ വിവാഹമാകാം, എന്തുമായിക്കോട്ടെ, എന്ത് കാര്യവുമായിക്കോട്ടെ, നിങ്ങൾ അല്പം കൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് 2 ആഴ്ചകളോ 2 മാസങ്ങളോ, ചിലപ്പോൾ 2 ദിവസം വെയിറ്റ് ചെയ്താൽ കൂടി അത് വന്നു ചേരും. അതിന്റെ എന്താണോ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെതായ കാഠിന്യം അനുസരിച്ചിരിക്കും. മനസ്സിലായി? അതിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന മൂവിങ് ഓൺ ആണ്. പല കാര്യങ്ങളും ഇവിടെ ദൈവാനുഗ്രഹമാണ്. കണ്ടില്ലേ? ഇവിടെ നടന്നു പോകുന്ന വ്യക്തിയുടെ ബാക്കിലായിട്ട് കുറച്ച് പ്രകാശം, ഇദ്ദേഹം പ്രകാശത്തിലോട്ടാണ് പോകുന്നത്. ആ ഇരുളിൽ നിന്നും പ്രകാശത്തിലോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കും. ആവശ്യമില്ലാത്തതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട്, അതല്ല എങ്കിൽ ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ചില ബന്ധങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഇവിടെ, എന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. വേണ്ടാത്തതിനെ നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞിവിടെ, അല്ലെങ്കിൽ വേണ്ടാത്ത ഒരു വീടിനെ നമ്മൾ ഉപേക്ഷിച്ചു, അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നത് വെളിച്ചത്തിലേക്കാണ്, സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്കാണ്. കണ്ടില്ലേ? അപ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്കിവിടെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. മുന്നോട്ട് പോകാൻ തന്നെ പറ്റും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങളിൽ പലർക്കും നല്ല ക്രിയേറ്റീവ് പവർ ഉള്ള ആൾക്കാരാണെന്ന് തന്നെയാണ് കാണുന്നത്. 7 ചക്രാസിൽ നമുക്ക് ഹെൽത്തിനെയും വെൽത്തിനെയും പ്രദാനം ചെയ്യുന്ന 7 ചക്രാസിൽ 2ാമതായി വരുന്ന ചക്രയാണ് സേക്രൽ ചക്ര. അതായത് ഓറഞ്ച് കളറിലെ, ഓറഞ്ച് കലർന്ന തവിട്ട് നിറത്തിലുള്ള ചക്രയാണ് ഇത്. ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് സാധിച്ചെടുക്കാൻ ക്രിയേറ്റീവ് പവറാണ്. ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത. ചില സമയത്ത് നിങ്ങളത് ആഗ്രഹിച്ചിട്ട് അത് ലഭിച്ചിട്ടില്ല. അവൾ ചില സമയത്ത് അത് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അതിനുള്ള ഒരു സാധ്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഒരു വിജയം കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ സേക്രൽ ചക്ര, ഈ ഒരു ചക്രയെ മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഒരു പ്രകാശം വരുന്നത് പോലെയൊക്കെ സങ്കല്പിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമാകും. അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ്. ഇവിടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരണം, സാഹചര്യങ്ങൾ വരണം, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം ചേരാൻ ഒരു വ്യക്തി കൂടെ വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രയത്നിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ആ ഒരു വ്യക്തിയുടെ ആഗമനം വരും നിങ്ങളിലേക്ക്. മനസ്സിലായില്ലേ? ആ ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ആരുടെയെങ്കിലും നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ആ ഒരാളിന്റെ സഹായം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിൽ ഇവിടെ ലഭിക്കാവുന്നതാണ്. ലഭിക്കാനുള്ള സമയമായി. അവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള സമയം ആയിരിക്കുന്നു. അത് നിങ്ങളെ കൊണ്ട് സാധിക്കും. അതാണ് ഇവിടെയും പറയുന്നത്. കണ്ടില്ലേ? കോംപ്രമൈസ് ചെയ്തു പോവുകയാണ്. കൂടെ ചേർന്ന് ഐക്യം ചേർന്നൊരു നല്ലൊരു ലൈഫിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് കാര്യങ്ങളിൽ
ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അതല്ല, അവിടെ നിങ്ങൾക്കൊരു മറ്റൊരാളും കൂടെ വേണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിങ്ങളോടൊപ്പം ചേരാൻ ആരെങ്കിലും കൂടെ ഉണ്ടാവും. അത് ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിലായാലും ജോലിക്കാര്യങ്ങളിലായാലും എങ്ങനെയായാലും ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങളത് ആഗ്രഹിക്കുന്നു എങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ നിങ്ങൾക്കത് കൂട്ടുചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അവിടെ ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ടോ? നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ കരങ്ങൾ തന്നെ വന്ന് നിങ്ങളെ മുൻപോട്ട് നയിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഹെർമണിയാണ് വന്നിരിക്കുന്നത്. ഐക്യം ചേർന്ന് സന്തോഷമാണ് ഇവിടെ വരുന്നത്. ഇവിടെ മനസമാധാനം വരുന്നുണ്ട്, സ്നേഹം വരുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെയും വിട്ടുപിരിഞ്ഞു പോയിരുന്നവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ്. ഇവിടെ ഒരുപാട് ഈ എല്ലാ കാർഡ്സും പറയുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷം വന്നു നിറയും. നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചു പോയെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് കുറ്റം പറയാനുള്ള പ്രവണത ഉണ്ടാവും, അല്ലെ? അപ്പൊ അത്തരം ഒരു മെന്റാലിറ്റി, നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ളവർക്കാണ് ഏത് കാര്യത്തിലും പെട്ടെന്ന് തന്നെ കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നത്. അല്ലാത്തവർക്കാണെങ്കിലോ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്, സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും, മറ്റുള്ളവരോട് അതേ രീതിയിൽ സംസാരിക്കാനും സാധിക്കും. ഇവിടെ സമാധാനവും സന്തോഷവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ്. ഏത് കാര്യത്തിലായാലും നിങ്ങളോടൊപ്പം ചേരേണ്ടവർ ചേർന്ന് തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. പലരുടെയും വിവാഹം നടക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ 6 ആഴ്ചകൾ 6 മാസത്തിനകം ഒരുപാട് പേരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇവിടെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ പലർക്കും മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ ചക്രാസിനെ 7 ചക്രാസിനെ നിങ്ങൾ ആക്റ്റീവാക്കി എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങളിലേക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രവണത, മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സാമ്പത്തികം നിങ്ങളിലേക്ക് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഒന്നുകൂടി മെച്ചപ്പെടും. മനസ്സിലായില്ല? സമൂഹത്തിലൊക്കെ നിങ്ങൾ ഒന്നുകൂടി അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം. തീർച്ചയായിട്ടും മറ്റുള്ളവരുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ്, ആരെ നിങ്ങളോടൊപ്പം ചേർക്കണം, ആരെ നിങ്ങളോടൊപ്പം ചേർക്കണ്ട എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, നിങ്ങൾക്ക് കുറെ കൂടി ഉന്നതിയിലേക്ക് മാറാനുള്ള അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് വരാനുള്ള പ്രോഗ്രസ് ലഭിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കരിയർ ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ ഒരു സ്ഥാനം ലഭിക്കുന്നുണ്ടോ, നിങ്ങൾക്കൊന്ന് താരമായി തിളങ്ങാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. കപ്പ് വാട്ടർ സൈൻ ആണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന ഒരു എനർജിയാണ്. സ്വപ്നങ്ങൾ സഫലമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്തോ ആഗ്രഹിച്ചോ അത് ചിലപ്പോൾ വന്നു ചേരും. വിദേശത്ത് നിന്നാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നാവാം. എങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയെ ആഗ്രഹിച്ചോ അത്തരത്തിലുള്ള വ്യക്തികൾ വന്നു ചേരും. അത് വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാവാം, ആർട്ടിസ്റ്റ് ആവാം. ഒരു ആർട്ടിസ്റ്റിന് എപ്പോഴും ദൈവാനുഗ്രഹമുള്ള ആൾക്കാർ തന്നെയാവും, അല്ലെ? എപ്പോഴും അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആർട്ടിസ്റ്റ് ആയത് തന്നെ. സംഗീതത്തെ സ്നേഹിക്കുന്നവർ, ഡാൻസിനെ സ്നേഹിക്കുന്നവർ ഒക്കെയും എന്താണ് ഇവിടെ? ദൈവാനുഗ്രഹം കൂടുതലുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഏതോ വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ലവ് പ്രപ്പോസൽ നടത്തുന്നുണ്ട്. അതുവഴി നിങ്ങൾക്കൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകാനും ഇവിടെ സാധിക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. ഇവിടെ ഇത് വേൾഡ് ആണ് വന്നിരിക്കുന്നത്. വേൾഡ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന എനർജിയാണ്. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടോ? എവിടെയെങ്കിലും മറ്റു നാടുകളിലേക്ക് യാത്ര ചെയ്ത് പോകണോ? അല്ലെങ്കിൽ ഒരു കാര്യം എന്റെ ആക്കിയിട്ട് പുതിയൊരു ലൈഫിലേക്ക് വരണോ? അതിനൊക്കെയുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ സെലിബ്രേഷൻ നടത്താനുള്ള ഒരു സമയം, ഒരു തുടക്കം വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കം വരികയാണ്. പോയതിനെ എല്ലാം കളഞ്ഞു, നിങ്ങൾ മോശമായതിനെ എല്ലാം നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു. അതുപോലെ തന്നെ ഒത്തുചേർന്ന് മറ്റുള്ളവരുമായിട്ട് ഒത്തുചേർന്ന് പല കാര്യങ്ങളിലും മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
വളരെയധികം സന്തോഷകരമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കംപ്ലീഷനാണ് നടക്കുന്നത്. പല ആഗ്രഹങ്ങളുടെയും കംപ്ലീഷൻ നടക്കുന്നുണ്ട്, പൂർണ്ണത നടക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലായില്ലേ? ഇവിടെ തുടങ്ങി വെക്കുന്നു നിങ്ങൾ. അവിടെ ഈ തുടക്കം തന്നെ നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷം തരുന്ന, അല്ലെങ്കിൽ ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ്, പൂർണ്ണതയിലേക്ക് നയിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്. യാത്രകളിലേക്ക് നയിക്കുന്നതാണ്, വിവാഹത്തിലേക്ക് നടക്കുന്നു, അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകുന്ന ബന്ധം, മറുനാടുകളിൽ പോകാനുള്ളത്, ഒരുപാട് യാത്രകൾ ഒക്കെയും ഇവിടെ കാണുന്നുണ്ട്. വിദേശത്തൊക്കെ പോയി ജോലി നേടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേർ, വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ, അതിനൊക്കെയും ഇവിടെ സാധ്യത വരികയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഫിനാൻസ് പരമായ നഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അനാരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ, അത് നിമിത്തം നിങ്ങൾ രണ്ടുപേർ തമ്മിൽ വേർപിരിയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഇത്രത്തോളം വന്നത്, അല്ലെ? ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഒരു ജീവിതം കെട്ടിപ്പടുത്തു, അതിനെ കുറെ കാലം കൂടെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ ഇവിടെ അത് വയ്യ എന്ന് തീരുമാനിച്ചിട്ട് വേർപിരിയുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതിവിടെ ചിലപ്പോൾ സാമ്പത്തികപരമായും ആകാം. രണ്ടുപേർ തമ്മിൽ സമ്പത്തിന്റേതായ പ്രശ്നം പറഞ്ഞ് വഴക്കിട്ടിട്ട് വേർപിരിയുന്ന എനർജി. അതല്ല എങ്കിൽ എന്തെങ്കിലും അസുഖം നിമിത്തം രണ്ടുപേർ വേർപിരിയുന്നു. അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സ് പരമായ കാര്യങ്ങളിലേക്ക് രണ്ടുപേർ നീങ്ങുന്നു. സന്തോഷകരമായ ഒരു ലൈഫിൽ നിന്നും രണ്ടു പേരും പരസ്പരം വേർപിരിയുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അത് ഇവിടെ ചിലപ്പോൾ ഇവിടെ ഹാങ്ഡ്മാൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും മുന്നോട്ടൊരു നീക്കുപോക്കില്ലാത്ത ഒരവസ്ഥയിലാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തത് എന്ന് കാണുന്നുണ്ട്. ഒരു ഐസൊലേഷൻ പീരീഡിലാണ്. കാരണം സ്റ്റക്കായിട്ടിരിക്കുകയാണ്, എന്താ വേണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ചില സാഹചര്യങ്ങൾ. അങ്ങനെ കുറെ കാലം നിന്നിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു. പക്ഷെ അത് വളരെയധികം സന്തോഷത്തെ തരുന്നതാണ് ആ ഒരു വേർപിരിയൽ എന്ന് കാണുന്നുണ്ട്. കാരണം വേണ്ടാത്തതാണത്. അത് കുറച്ച് മോശകരമായ ബന്ധമായിരുന്നു, വഷളായ ഒരു ബന്ധത്തെ, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള നിങ്ങൾ കാർമിക്കായ റിലേഷൻ, അതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം വന്നിട്ട് നിങ്ങൾ പരസ്പരം വേർപിരിയാൻ തീരുമാനിച്ച് വേർപിരിയുന്ന എനർജി. അതിലെന്താണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നുണ്ട് അവിടെ. തീർച്ചയായിട്ടും നല്ല കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ള ആൾക്കാരുടെ എനർജിയാണ്. എന്ത് ചെയ്താലും ചില സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരും. അത് കുറച്ചുകൂടി ആലോചിച്ചിട്ട് തന്നെ വേണ്ട എന്ന് പൂർണ്ണമായും തീരുമാനിക്കുകയാണ്. തീർത്തും അങ്ങനെ തീരുമാനിച്ച് വേർപിരിയുന്നു. പക്ഷെ ചിലരൊക്കെ വേർപിരിഞ്ഞിട്ട് വീണ്ടും വരുന്നുണ്ട്. ചില ബന്ധങ്ങളിലൊക്കെ വേർപിരിയൽ നടത്തിയിട്ട് വീണ്ടും ഒത്തുചേരുന്നുണ്ട്. ഇവിടെ സഫലതയാണ്. കാരണം 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ്, വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ വീണ്ടും ഒത്തുചേരുന്ന എനർജിയാണ്. ചില ആൾക്കാരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന എനർജി. മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് ചിലപ്പോൾ പിരിഞ്ഞു പോകാം. കുറെ കാലങ്ങളും കൂടെ കഴിഞ്ഞിട്ട് അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ തീരുമാനിച്ച് വീണ്ടും ചിലപ്പോൾ ചിലരൊക്കെ ഒന്ന് ചേരാം. അതല്ല എങ്കിൽ തീർത്തും ഇവിടെ വേറെ പിരിഞ്ഞു പോവുക തന്നെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ തന്നെ പുതിയൊരു ലൈഫിലേക്ക് നീങ്ങുന്നു. നിങ്ങൾക്കത് വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ വേറൊരു ലൈഫിലേക്ക് നീങ്ങുന്ന ഒരു എനർജിയാണ്. അവിടെ നിങ്ങൾക്ക് സന്തോഷം തരുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റു പല ആൾക്കാരുമായിട്ടും ബന്ധം ഉണ്ടാവാനും, മറ്റു പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളിലായാലും, ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിലായാലും എന്തൊക്കെയോ നിങ്ങൾക്ക് വന്നു ചേരാവുന്ന ഒരു എനർജിയാണ്. എന്തൊക്കെയോ സന്തോഷം നിങ്ങളിലേക്ക്, സന്തോഷത്തിന്റെ ഒരു സഫലത നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആഗ്രഹം ഇവിടെ തീർത്തും സഫലമാകുന്നു എന്നാണ് പറയാൻ പറ്റുന്നത്. അത് അബണ്ടൻസ്, സമൃദ്ധിയിലേക്കാണ്. നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക്. ഏതൊരു കാര്യത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ വേണമോ, ജോലിക്കാര്യത്തിലാവാം, റിലേഷൻഷിപ്പിലാവാം, എന്തെങ്കിലും നേടണം എന്നാഗ്രഹിച്ചു, നല്ല വ്യക്തികളെ നേടണം, അല്ലെങ്കിൽ സാമ്പത്തിക നേടണം, അബണ്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലും മെറ്റീരിയൽ സക്സസ് ആണ് ഇവിടെ. ഭൗതികപരമായ സന്തോഷങ്ങൾ, അതിലൂടെ ഒരു വിജയം. മനസ്സിലായില്ല? ചിലപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇവിടെ ഭൗതികപരമായ ചില പ്രശ്നങ്ങളിൽ ഇവിടെ വേർപെട്ടു പോകുന്ന എനർജി. അത് പലർക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയതായിട്ട് ഇവിടെ മറ്റൊരു സക്സസിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ
പറയാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സഫലത ലഭിക്കുന്നുണ്ട്. സഫലത എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു, ആഗ്രഹങ്ങൾ പൂവണിയുന്നു, പ്രതീക്ഷകൾ പൂവണിയുന്നുണ്ട്. ഇവിടെ 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സമൃദ്ധി നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു. ഈ സമൃദ്ധിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വളരെ സന്തോഷകരമായ എനർജിയാണ് ഇവിടെ, വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.